ഓക്കെ, ഇതെന്തായാലും ഒരു ശുഭപ്രതീക്ഷയാണോ? അതെ അതെ. അല്ല, തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ തന്നെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചിട്ടയായിട്ടുള്ള വർക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്തവണ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഇനി ഈ ഒരു ഇലക്ഷന് മുമ്പുള്ള ഫേസിൽ കിട്ടിയ ആ ഒരു പോസിറ്റിവിറ്റി ഇനിയും ഈ 13 വരെ കൊണ്ടുപോകാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ. ഇപ്പൊ BJP ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോകുമോ? ഇല്ല, തീർച്ചയായിട്ടും എല്ലാ മുന്നണികളും ജയിക്കാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ പറഞ്ഞില്ല, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ട് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി, ഞാൻ പറഞ്ഞല്ലോ ടെക്കി മുതൽ ആശാ വർക്കർ വരെയുള്ള ഒരു പാനലാണ്. ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, നയം പറഞ്ഞുകൊണ്ട്, വികസനം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് ചോദിക്കും. മറ്റാളുകളും സ്വാഭാവികമായിട്ടും എല്ലാവരും ജയിക്കാനല്ലേ മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ വിജയം UDF-നൊപ്പമായിരിക്കും. എന്തായാലും അശ്വിനി, തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ശബരിനാഥ് ഉള്ളത്. എന്തായാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് പുതുപ്പള്ളിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്.